ക്യാമ്പിൽ എത്തിച്ചവർ എന്ത് പറയുന്നു? ക്യാമ്പിൽ എത്തിച്ചവർ അവർക്ക് വടികൊണ്ടും അവരെ കാലിന്റെ നഖമൊക്കെ പൊരിഞ്ഞു. എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഇനിയുള്ള പ്രതിഷേധം? അത് നമ്മൾ വളരെ സീരിയസ് ആയി ആലോചിച്ചിട്ട് ഇനി സമരം മുറി എന്ത് വേണമെന്ന് ആലോചിക്കുള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, ഈ അനാവശ്യമായി ഒരു തരത്തിലും ഇങ്ങനത്തെ ഒരു അക്രമമില്ലാതെ ഞങ്ങളെ പ്രവർത്തകന്മാരെ തല്ലിയ ഓരോ പോലീസുകാരനെയും ഞങ്ങൾ കണ്ടെത്തും. അല്ല, നാളത്തെ സമരം എങ്ങനെയായിരിക്കും? നാളെ എങ്ങനെയായിരിക്കും സമരം? നാളെ ശക്തമായ സമരം. നമ്മളിപ്പോ നാളെ ഒരു ഉണ്ടല്ലോ, മാർച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. ആ മാർച്ചിന്റെ അകത്ത് ഇത് മിങ്കിൾ ചെയ്യും. അല്ല, PV അൻവറിന്റെ ആരോപണം UDF ഏറ്റെടുക്കുന്നു, കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. എന്തേ ആ ആരോപണത്തിൽ പിന്തുണയുണ്ടോ? അല്ല, അത് പിന്തുണയെ കുറിച്ച് പറയാനായിട്ടില്ല. പക്ഷെ PV അൻവർ ട്രാവൽ ചെയ്യുന്നത് ശരിയായ വഴിക്കാണ്. ഈസ് ട്രാവലിംഗ് ഇൻ ദി ആക്ച്വൽ ഫിറ്റ് ഡയറക്ഷൻ. ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഡാൻ, അക്ഷരാർത്ഥത്തിൽ തലസ്ഥാനം യുദ്ധക്കളമായ 2 മണിക്കൂർ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. മറ്റു പ്രവർത്തകർക്കും പരിക്കേറ്റ സാഹചര്യമുണ്ട്, പോലീസുകാർക്കും പരിക്കേറ്റ സാഹചര്യമുണ്ട്. വലിയ സംഘർഷ സമാനമായ സാഹചര്യമാണ് കടന്നുപോയിരിക്കുന്നത്. അതിന് പിന്നാലെ നമ്മൾ നാടകീയ രംഗങ്ങൾ പോലും കണ്ടു. KPCC അധ്യക്ഷൻ തന്നെ സംഘർഷ സ്ഥലത്തേക്ക് എത്തുന്നു. വലിയ സമര ആഹ്വാനം കൂടി അദ്ദേഹം നടത്തിയതിനു ശേഷമാണ് അവിടെ നിന്ന് പോയിട്ടുള്ളത്. ഇനിയുള്ള കോൺഗ്രസിന്റെ സമര നീക്കം, ഈ യൂത്ത് കോൺഗ്രസ് സമരം കോൺഗ്രസ് ഏറ്റെടുക്കുകയാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇനിയുള്ള തുടർ നീക്കങ്ങൾ, സമരമുറകൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ തെരുവ് യുദ്ധമായി മാറുകയായിരുന്നു. MG റോഡിന് മുമ്പിൽ സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ ഈ പ്രതിഷേധമാണ് ഈ പ്രതിഷേധങ്ങൾ ആരംഭിച്ചത്. പക്ഷേ ആദ്യ 1 മണിക്കൂറിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പോലീസ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചിട്ട് പ്രവർത്തകർ തിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിരുന്നില്ല. അതാണ് വലിയ തരത്തിൽ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത്. അതിനിടയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിയുടെ തലയ്ക്ക് പോലീസിന്റെ ലാത്തിച്ചാർജിനിടയിൽ ഗുരുതരമായി പരിക്കേറ്റത്. തുടർന്ന് പ്രതിഷേധം MG റോഡിലേക്ക് വ്യാപിപ്പിക്കുകയായിരുന്നു. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകർ ഏകപക്ഷീയമായി ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ അവിടെ നിന്ന് നീക്കിയാൽ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ആ ഒരു പശ്ചാത്തലത്തിലാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ തന്നെ സമര കവാടത്തിലേക്ക് എത്തിയത്. തുടർന്ന് പോലീസിന് നേരെ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം വെല്ലുവിളിക്കുകയായിരുന്നു. തങ്ങളുടെ പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ വ്യക്തിപരമായി തന്നെ തെരുവിൽ നേരിടും എന്ന വെല്ലുവിളിയാണ് KPCC അധ്യക്ഷൻ മുഴക്കിയത്. അതിനുശേഷമാണ് അദ്ദേഹം നമ്മളോട് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് PV അൻവർ സഞ്ചരിക്കുന്നത് ശരിയായ ദിശയിലാണ്, അദ്ദേഹത്തെ പിന്തുണയ്ക്കണമോ എന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കും എന്നാണ്. എന്തായാലും സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധത്തിന് PV അൻവർ തുടക്കമിട്ടിരിക്കുന്ന വിവാദങ്ങൾ